മറ്റൊരു ലിംഗത്തിലേക്ക് കൺവേർഷനാകാൻ ഇസ്ലാം സമ്മതിക്കുന്നില്ലല്ലോ. വേറൊരു ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്, ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ 1950-കൾക്ക് മുമ്പ് ലോകത്ത് ആരെങ്കിലും സമ്മതിച്ചിരുന്നോ? അതൊരു കൃത്രിമമായ സംഗതിയല്ലേ? ഞാൻ തുടങ്ങിയത് തന്നെ അവിടെയാണ്. അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആണും പെണ്ണും അല്ലാത്ത മറ്റൊന്ന് നാച്ചുറലേ അല്ല. ആണും പെണ്ണും എങ്ങനെ ഉണ്ടാവുന്നത്? ആണും പെണ്ണും അല്ലാത്ത എങ്ങനെ ഉണ്ടാവുക? മനുഷ്യന്റെ ശരീരത്തിൽ 3.5 കോടിയോളം കോശങ്ങൾ. ഖുർആൻ തന്നെ പറയുന്നില്ലേ, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംന. മനിയിൽ നിന്നാണ്, മനി എന്ന് പറഞ്ഞാൽ പുരുഷന്റെ സമണാണ്. മനിയിൽ നിന്നാണ് നുത്ഫ ഉണ്ടാകുന്നത്. അതിന്റെ സയന്റിഫിക് ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാ? ആണും പെണ്ണും കൂടി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ കുത്തിവെക്കുകയോ ഏതെങ്കിലും രീതികളിൽ അണ്ഡബീജ സങ്കലനം നടക്കുമ്പോൾ 2 സാധ്യതകൾ മാത്രം. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 3.5 അല്ലെങ്കിൽ 4 കോടി കോശമുണ്ടെന്നാണ് പറയുന്നത്. ആ 4 കോടി കോശത്തിൻ്റെ ഇടയിൽ ഒരു ലൈംഗിക കോശം പുരുഷനും ഒരു ലൈംഗിക കോശം പെണ്ണിനും ഉണ്ടാകും. പെണ്ണിൻ്റെത് അണ്ഡം, പുരുഷൻ്റെത് ബീജം. പക്ഷേ കോടിക്കണക്കിന് ബീജങ്ങൾ ഉണ്ടാകും ഒരു സ്ഖലനത്തിൽ തന്നെ. ഓരോ കോശത്തിൻ്റെ അകത്തും 46 ക്രോമസോമുകൾ. ഞാൻ ചുരുക്കുകയാണ്. പക്ഷേ ബീജത്തിൻ്റെയും അണ്ഡത്തിൻ്റെയും ഇടയിൽ 23 ക്രോമസോമുകൾ മാത്രം. എന്നിട്ട് പെണ്ണിന്റെ അണ്ഡം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഓവുലേഷൻ പീരീഡിൽ പുറത്തേക്ക് വരുന്ന, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു മുട്ട. അതിൽ 23 ക്രോമസോമുകളേ ഉള്ളൂ. ആ 23 ക്രോമസോമിന്റെ പാറ്റേൺസ് പറയുന്നത് 22 സൊമാറ്റിക് ക്രോമസോമും ഒരു എക്സ് ക്രോമസോമും. സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനും ഒരുപോലുള്ളത്, ഒരു എക്സ് പെണ്ണിൻ്റെത് മാത്രം. ആണിന്റെ ബീജെടുത്ത് പരിശോധിച്ചാൽ അതിലും 23 ക്രോമസോമുകൾ. ഓരോ കോശത്തിനകത്ത് 46 വേണം. പക്ഷെ ആണും പെണ്ണും കൂടിച്ചേരുകയാണല്ലോ, അപ്പൊ പകുതി 23 മതി. ഇനി ആണിന്റെ 23ന്റെ അവസ്ഥ എന്താ? കുറെ എണ്ണത്തിന്റെ കൂടെ 22 സൊമാറ്റിക് പ്ലസ് ഒരു എക്സ്, വേറെ കുറെ എണ്ണത്തിന്റെ കൂടെ 22 സൊമാറ്റിക്കിന്റെ കൂടെ വേറെ ഒരു വൈ. ഇനി അണ്ഡവും ബീജവും കൂടിച്ചേരുകയാണ്. ഈ അണ്ഡവും ബീജവും കൂടിച്ചേരുന്നതിന് ശാസ്ത്രീയമായ പേരെന്താണെന്നറിയോ? ബീജസങ്കലനം. അതൊരു പുരുഷാധിപത്യമല്ലേ? നമ്മളിട്ട പേരാണോ? അതൊരു പുരുഷാധിപത്യമാണ്. ഖുർആൻ പുരുഷാധിപത്യമാണെന്ന് പറയുന്നവർക്ക് ഭരണഘടന ഇത്ര പുരുഷാധിപത്യമുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ IPC 375 പ്രകാരമാണ് അവിടെ നിന്ന് പോലീസ് ബലാത്സംഗത്തിന് കേസെടുക്കുന്നത്. എന്താ ഭരണഘടനയിൽ ബലാത്സംഗത്തിന്റെ നിർവചനം? സെക്ഷൽ ഇന്റർകോഴ്സ് വിത്ത് എ വുമൻ അഗൈൻസ്റ്റ് ഹെർ വിൽ വിത്തൗട്ട് ഹെർ പെർമിഷൻ ഓർ കൺസെന്റ്. ഒരു പെണ്ണിനെ അവളെ സമ്മതമില്ലാതെ, അവൾക്ക് താല്പര്യമില്ലാതെ ഒരാണ് ബന്ധപ്പെടുക. അപ്പൊ അവിടെ തന്നെ എന്ത് പറഞ്ഞു? ഒരു പെണ്ണിന് ആണിനെ ബന്ധപ്പെടുന്നതിനെ ഭരണഘടന വ്യവഹരിക്കുന്നില്ല. കാരണം നാച്ചുറലി ആണാണ് കഴുത്തുന്ന ഭരണഘടന പറയുകയാണ്. ഇനി UNO മുന്നോട്ട് വെച്ച റൈപ്പിന്റെ നിർവചനം എന്താ? ഞാനത് വെറുതെ പറയല്ല, ഗൂഗിളിലൊക്കെ ഉണ്ടല്ലോ. പെനട്രേഷൻ ഓഫ് വജീന, no matter how it is right or anus with any part of body or organ, or oral penetration with the sexual organ of any person without her permission. കൃത്യമാണ് നിർവചനം. പെനട്രേഷൻ ഓഫ് വജീന, ഹഷ്വ, ഫർജിൽ പ്രവേശിക്കുക. പക്ഷേ ഹഷ്വ തന്നെ ആകണമെന്നില്ല. ഓർ അനൽ അല്ലെങ്കിൽ ഗുദത്തിൽ, വിത്ത് എനി പാർട്ട് ഓഫ് ബോഡി, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം കൊണ്ട്, ഔ അല്ലെങ്കിൽ ഓർ ഓബ്ജക്ട്, മറ്റെന്തെങ്കിലും സെക്ഷൽ വസ്തുക്കളെ കൊണ്ട്. ഞാനതിന്റെ നിർവചനം കൂടെ പറയുകയല്ല എൻ്റെ ഉദ്ദേശം. ഓർ ഓറൽ പെനട്രേഷൻ, അല്ലെ പെണ്ണിന്റെ വായയിൽ. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ബൈ ദ സെക്ഷൽ ഓർഗാൻ ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിയുടെ ലൈംഗികമായ അവയവം കൊണ്ട്. പക്ഷെ കണ്ടീഷൻ വിത്തൗട്ട് ഹെർ കൺസെന്റ്, സമ്മതമില്ലാതെ. അവിടെ എന്താ UNO മുന്നോട്ട് വെക്കുന്ന നിർവചനം? പെണ്ണിന്റെ വജീനയിൽ, പെണ്ണിന്റെ ഫർജിൽ,
ആണിനെ പെണ്ണുങ്ങൾക്ക് ദാഹം ഉണ്ടാവൂലേ? കടന്നു പിടിക്കുന്നില്ലേ? പുതിയ വാർത്തകളില്ലേ? എന്താ അതിന് ഭരണഘടന അഡ്രസ് ചെയ്യാത്തത്? ഇതൊക്കെ പുരുഷാധിപത്യത്തിന്റെ ഭാഷയല്ലേ? പാട്രിയാർക്കിക്കലല്ലേ ഇതൊക്കെ? നമുക്കും ചോദിക്കാം. ഖുർആൻ മാത്രം എന്താ പുരുഷാധിപത്യം? ലോകത്തേത് ഭരണഘടനയാ ന്യൂട്രലായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്? എന്നാൽ ഖുർആന്റെ പുരുഷാധിപത്യമോ? ഖുർആന്റെ പുരുഷാധിപത്യം എന്ന് പറയുന്നത് അറബ് ഭാഷയെ കുറിച്ച് അറിയാൻ മേലാഞ്ഞിട്ടല്ലേ? ഖുർആനിൽ പൊതുവായ അഭിസംബോധനയൊക്കെ മുദക്കർ അല്ലെങ്കിൽ അതിന്റെ ഒക്കെ ഫീലിന്റെ ഒക്കെ സ്വഭാവം പുല്ലിംഗമല്ലേ എന്നുള്ളതാണ് പരാതി. പക്ഷെ അതെങ്ങനെ പുല്ലിംഗം എന്ന് പറഞ്ഞാൽ ലിംഗമുള്ള പുരുഷൻ എന്ന് അവരെങ്ങനെയാണ് മനസ്സിലാക്കിയത്? അങ്ങനെയാണെങ്കിൽ സ്ത്രീലിംഗം എന്ന് പറയാൻ പറ്റുമോ? സ്ത്രീ യോനി എന്നൊക്കെ പറയേണ്ടി വരില്ലേ? രണ്ടു തരം പ്രയോഗങ്ങളല്ല ഉള്ളത്, പുല്ലിംഗവും സ്ത്രീലിംഗവും, മെസ്കുലിനും ഫെമിനിനും. ഞാൻ എന്തൊക്കെ പറയുകയല്ല. ലോകത്ത് രണ്ടു തരം ഭാഷകളാണുള്ളത്. അതിൽ ഇംഗ്ലീഷ് അല്ലാത്ത ഇൻഡോ യൂറോപ്യൻ ഭാഷകളിൽ പുല്ലിംഗവും സ്ത്രീലിംഗവും കൂടാതെ ഒരു നിർലിംഗ ഭാഷയുണ്ട്. മെസ്കുലിനും ഫെമിനും അല്ലാത്ത, മുദക്കറും മുഅന്നസും അല്ലാത്ത ഒരു രണ്ടും അല്ലാത്തൊരു പ്രയോഗമുണ്ട്. ഇംഗ്ലീഷിലൊക്കെ ഇറ്റ് എന്നൊക്കെ പറയുന്ന, ദാറ്റ് എന്നൊക്കെ പറയുന്ന ആ പ്രയോഗം. പക്ഷേ അറബിയിൽ, ഹീബ്രുവിൽ, സെമിറ്റിക് മറ്റ് ഭാഷകളിൽ, അംഹറിക്കിൽ, ടിഗ്രിയൻ ഭാഷകളിൽ ഒന്നുകിൽ പുല്ലിംഗമേ ഉള്ളൂ അല്ലെങ്കിൽ സ്ത്രീലിംഗമേ ഉള്ളൂ. ന്യൂട്രൽ ഭാഷയില്ല. പക്ഷെ പുല്ലിംഗം എന്ന് പറഞ്ഞാൽ എന്താ? പുല്ലിംഗം എന്ന് പറഞ്ഞാൽ ലിംഗമുള്ള പുരുഷനെ കുറിക്കുന്ന പദം എന്നല്ല. സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ സ്ത്രൈണ അവയവമുള്ള സ്ത്രീയെ കുറിക്കുന്ന പദം എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഷംസ എങ്ങനെ സ്ത്രീലിംഗ പദാകും? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞാൻ അതിന്റെ വിശദീകരണം ഇമാം സീബവൈഹി അദ്ദേഹത്തിന്റെ കിതാബായ അൽ കിതാബിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ. പുല്ലിംഗം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ അസ്മയായ പദം എന്നാണ് അതിന്റെ താല്പര്യം, മുദക്കറിന്റെ താല്പര്യം. സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ മുദക്കറിൽ നിന്ന് ഉണ്ടാക്കുന്ന നിഷ്പന്ന പദം എന്നാണ് അതിന്റെ താല്പര്യം. അല്ലാതെ പുല്ലിംഗം എന്ന് പറഞ്ഞാൽ ജഡികമായ പുരുഷ ശരീരത്തെ കുറിക്കുന്നതല്ല. സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ സ്ത്രീ ശരീരത്തെയും കുറിക്കുന്നതല്ല. അപ്പൊ ഖുർആനിൽ പറയുന്ന ഖുർആനിൽ പറയുന്ന ഖുർആനിൽ പറയുന്ന ഹാഫിളു എന്നൊക്കെ ഉള്ളത് പുരുഷന്മാരോട് മാത്രമുള്ള അഭിസംബോധനയല്ല, അത് പൊതുവായ അഭിസംബോധനയാണ്. ഇത് അറബ് ഭാഷയുടെ നിയമമാണ്. ആ ഒരു വിശദീകരണം പോലും ഇവിടെ പറയാനുണ്ടാകുമോ? പെനട്രേഷൻ ഓഫ് വജീനയുടെ കഥയിൽ അവരാണ് പിന്നെ ഖുർആനിൽ പുരുഷാധിപത്യമാണെന്ന് പറയുന്നത്. ഇത് മനസ്സിലാവാതെ ഒരു കൂട്ടം നമ്മുടെ ഇടയിൽ വേറെയുണ്ട്. പടച്ചവൻ എന്ന് ഇത്രയും കാലം പറഞ്ഞില്ലേ, ഇനി നമുക്ക് പടച്ചവൾ എന്ന് പറയാലോ എന്നൊക്കെ. പടച്ചവൻ ഇതൊക്കെ ആരാണ് പറയുന്നറിയോ? നിരീശ്വരവാദികളും ഈ മുദ്ര കുത്തപ്പെട്ട യുക്തിവാദികളൊന്നും അല്ല. എല്ലാം മൈക്കിൽ പറയാൻ പരിമിതി ഉണ്ടല്ലോ. ഒരുപക്ഷെ അത്രയും ഇതൊക്കെ മനസ്സിലാക്കിയ ആളുകൾ പോലുമാണ് ആർക്കൊക്കെയോ വേണ്ടി പറയുന്നത്. പടച്ചവൻ എന്ന് പറയുന്നത് പുരുഷാധിപത്യമാണ്. കുറെ കാലമായി അങ്ങനെ പറയുന്നു. ഇനി പടച്ചവൾ എന്ന് പറയാം. കാരണം അള്ളാഹ്ക്ക്. അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയല്ല. ഇങ്ങനെ എന്റെ വിഷയം എന്തായിരുന്നു? ഞാൻ ഇവിടെ നിന്ന് സ്ലിപ്പായതാണ്. അതല്ല, സ്ത്രീ ഇസ്ലാമിലാണ് ഈ അണ്ഡബീജ സങ്കലനം. ഈ അണ്ഡവും ബീജവും സങ്കലിക്കുന്നതിനെ കുറിച്ച് ബീജസങ്കലനം എന്നാണ് സ്കൂളിലെ ബയോളജിയിലെ ടീച്ചർ ചോദിക്കുക. അപ്പൊ വേണമെങ്കിൽ ഈ ഫെമിനിസ്റ്റ് പെൺകുട്ടിക്ക് ചോദിക്കാം, അല്ല ടീച്ചറെ, ഈ ബീജസങ്കലനം എന്ന് പറയുന്നത് ആണുങ്ങളെ ഒരു ഉഷാറാക്കലല്ലേ? നമുക്കിനി മുതൽ എന്താ അണ്ഡസങ്കലനം എന്ന് പറഞ്ഞാൽ ശരിയാവൂല, അത്ര തന്നെ. കാരണം സങ്കലിക്കുന്നത് ഏതാ? ബീജം. അണ്ട ഇങ്ങനെ കാത്തിക്കാണ് ഒരു ബീജത്തിന്. എന്നിട്ട് ഈ അണ്ടത്തിന് ചെന്ന് ഈ ബീജം എംബ്രേസ് ചെയ്യാൻ ആശ്ലേഷിക്കുന്നതാണ്. അപ്പൊ ഈ ആശ്ലേഷിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അണ്ടത്തിന്റെ ഉള്ളിലുള്ളത് 22+X. ആ എക്സിന്റെ കൂടെ ചേരുന്നത് ഒന്നുകിൽ പുരുഷന്റെ എയ്തർ എക്സ് ഓർ വൈ, ഒന്നുകിൽ എക്സ് ഭാഗം ചേരും അല്ലെങ്കിൽ വൈ ഭാഗം ചേരും. ബിമഷിയത്തില്ല, ബീദിനില്ല. എക്സ് ആണ് ചേർന്നെങ്കിൽ എങ്ങനെയാകും പാറ്റേൺ? 44+, സമാറ്റിക്ക് 44, X+
പെണ്ണിന്റെ എക്സ്, പിന്നെ ആണിന്റെയും എക്സ് സമം മെയിൽ, ഫീമെയിൽ, പെൺകുട്ടി ഉണ്ടാവും. ഇതാണ് സയൻസ്. ഇനി ചേരുന്നത് പുരുഷന്റെ വൈ ആണെങ്കിലോ 44 പ്ലസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു മെയിൽ, ആൺകുട്ടിയാവും. ഇതാണ് സയൻസ്. ഇവിടെ ആണാണോ പെണ്ണാണോ തീരുമാനിക്കുന്ന ആരാ? മനീയ്. സങ്കലിക്കുന്ന ഏതോ മനീയ്. ഇത് ബയോളജി എപ്പോഴും പറയുന്നത് നമുക്ക് പുസ്തകം കിട്ടിയത് മുതൽ. ഖുർആൻ എപ്പോഴാണ് പറഞ്ഞത്? 1400 കൊല്ലം മുമ്പ്. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംനാ. പിന്നെ നമുക്ക് തോന്നും ഞാൻ വ്യവഹരിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ വിശദീകരിക്കുകയല്ല. അഡ്രസ് ചെയ്യപ്പെടേണ്ട കാറ്റഗറി ഉണ്ട്. അത് ട്രാൻസ്ജെൻഡേഴ്സ് അല്ല, ഹുൻസകളാണ്. പക്ഷെ ഈ ഹുൻസകളെ കുറിച്ച്, സ്ത്രീകളെ കൂടെ ചേർക്കപ്പെടുന്ന ആധുനിക ലോകം സ്ത്രീകളുടെ കൂടെ വ്യവഹരിക്കുന്ന ഹുൻസകളെ കുറിച്ച് ഇവരെന്തെങ്കിലും മിണ്ടാറുണ്ടോ? അവർക്ക് മനുഷ്യാവകാശമില്ലേ? ഭരണഘടന അവർക്ക് ആനുകൂല്യം കൊടുക്കുന്നുണ്ടോ? ഏതെങ്കിലും ആനുകൂല്യം ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ അവരെ കുറിച്ച് വ്യവഹാരം ഉണ്ടെങ്കിൽ അത് 1400 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട സമാഹരിക്കപ്പെട്ട ഹദീസിന്റെ കിതാബുകളിലും അതിന്റെ വിശദീകരണമായി വന്ന അനുഷ്ഠാന രീതികളായ കർമ്മശാസ്ത്രത്തിന്റെ കിതാബുകളിലും മാത്രമാണ്. ഈ പാറ്റേൺ മാറിയിട്ട് 47XXY, 46XX, 46XY ഇതൊക്കെയാണ് ഹുൻസകൾ. ഇമാം നബി തങ്ങൾ പറഞ്ഞതുപോലെ ഞാനത് വിശദീകരിക്കുകയല്ല. ചിലപ്പോൾ അറബുല്ലഹു ദക്കറുൽ റിജാലി വ ഫർജുൽ ഉൻഹ, പുരുഷന്മാരുടെ ദക്കറും ഉണ്ടാവും, സ്ത്രീന്റെ ഫർജും ഉണ്ടാകും. 47XXY, 46XX അല്ലെങ്കിൽ 46XY ഔ ദർബുൻ ലൈസ ലഹു ശൈഉൻ മിൻഹുമാ ബൽ ലഹു ഹിഖബത്തുൻ തഖ്റുജു മിൻഹാ യഖ്റുജു മിൻഹൽ ഖാരിജു വലാ യുശ്ബിഹു ഫർജ അഹദഹുമാ. ഇതല്ലേ നബി ഇമാം കൊണ്ടുവന്നത്? ചിലപ്പോൾ രണ്ടും ഉണ്ടാവില്ല, മറിച്ചൊരു ദ്വാരം ഉണ്ടാകും. ആ ദ്വാരത്തിന്റെ ഉള്ളിലൂടെ കാഷ്ടവും മൂത്രമൊക്കെ പോകും എന്ന് വെച്ച് ആ ദ്വാരത്തിന് തൗലീബാക്കി പറഞ്ഞതാവാം. അത് ലാ യുശ്ബിഹു ഫർജ അഹദിഹിമ, അത് രണ്ടിൽ ഒരാളുടെ അവയവത്തോടും യാതൊരു സാദൃശ്യവും ഇല്ല. ഇങ്ങനെ വരുന്നവരെ എന്ത് ചെയ്യണം? ഇവർ കൊച്ചിയിലുണ്ട്, കോഴിക്കോടുണ്ട്, പക്ഷെ ഭരണഘടന ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇസ്ലാം അല്ലേ ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ട്? നമ്മുടെ കർമ്മശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ അതിനെ ആവശ്യമായ ആധുനിക അടിക്കുറിപ്പോടെ ഇവരെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് കൂടി ഉലമായിന്റെ ചുമതലയാ. ഇസ്ലാം അവരങ്ങനെ അങ്ങ് വിടുന്നല്ല. അവരുടെ മുഷ്കിലായ ഹുൻസയാണെങ്കിൽ അവിടെ അവരെ വാലിഹാക്കാനുള്ള പഴുത് അന്വേഷിക്കുന്നു. മൂത്രം നോക്കണം, മൂത്രം പോകുന്നതിന് പരിഗണിക്കണം. രണ്ടിലൂടെയും മൂത്രം പോകുന്നുണ്ടെങ്കിൽ ആദ്യം മൂത്രം പോയത് പരിഗണിക്കണം. മൂത്രം ഒന്നിച്ചാണ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവസാനം മൂത്രം നിന്നത് പരിഗണിക്കണം. ഒന്നിച്ചാണ് മൂത്രം പോയതെങ്കിൽ, എന്നിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ രണ്ടാം ഘട്ടം സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്, അവയവത്തിലൂടെ പോകുന്നത് ഹൈല് രക്താണോ മനിയാണോ നോക്കണം. എന്നിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നീട് പ്രസവിക്കുന്നുണ്ടോ നോക്കണം. ഹൈലിന്റെ കാലത്ത് ഹൈൽ ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ നോക്കണം. അല്ലെ ഇഹ്ബാലി ചെയ്യണം. എന്തൊക്കെ പറഞ്ഞു? അവസാനമാണ് പറഞ്ഞത് ഇത് കൊണ്ടൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ മൈലാന് നോക്കണം. ആണുങ്ങളെ കാണുമ്പോഴാണ് താല്പര്യമെങ്കിൽ പെണ്ണാണെന്ന് കൂട്ടാം, പെണ്ണുങ്ങളെ കാണുമ്പോഴാണ് താല്പര്യമെങ്കിൽ ആണാണെന്ന് കൂട്ടാം. അത് ഏഴാമത്തെ ഓപ്ഷനാ. പക്ഷെ ഓപ്ഷനുണ്ട്. ആധുനിക ലോകത്ത് ഏതെങ്കിലും ഒരു ഭരണഘടനയോ ഒരു ജനറൽ പുസ്തകമോ ഇങ്ങനെയുള്ള പ്രശ്നം പരിഹരിക്കാൻ മാർഗം പറയുന്നുണ്ടോ? എന്നിട്ട് ആ ഇഷ്കാലം നീങ്ങി വന്നാൽ പാസീവായ ഓർഗാൻ, മുഹമ്മദായ ഓർഗാൻ, പ്രവർത്തന സജ്ജമല്ലാത്ത ഓർഗാൻ, ശരീരത്തിലെ വ്രണമെന്ന പോലെ, പഴുപ്പെന്ന പോലെ, ആവശ്യമില്ലാത്ത അവയവമെന്ന പോലെ മുറിച്ചു മാറ്റാം. വലിയ കിതാബൊന്നും വേണ്ട, ഇയാൾക്ക് താലിബില്ലേ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? വ്യക്തമായി ഒരു ലിംഗത്തിലേക്ക് ചേർക്കാൻ പറ്റും. ഇനിയോ തീരെ മനസ്സിലാവുന്നില്ലേ? മെഡിക്കൽ സയൻസ് വികസിച്ചില്ലേ? എന്തൊക്കെ രീതികളിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും?
ഇസ്ലാമിൽ വ്യവഹാരമുണ്ട്. പിന്നെയുള്ളത് ഏതാ? പിന്നെയുള്ളത് ഒരു കുഴപ്പവുമില്ലാത്ത നല്ല ആൺ, നല്ല പെണ്ണ്. പിന്നെ അവർക്ക് തോന്നുകയാണ് എനിക്ക് ആണാകണമെന്ന് പെണ്ണിന്, എനിക്ക് പെണ്ണാകണമെന്ന് ആണിന്. മുത്തഹന്നിസും മുത്തറജ്ജിലും അല്ലെങ്കിൽ മുഹന്നസും മുറജ്ജലും. ആ വിഭാഗത്തെ ഇസ്ലാം ഔദ്യോഗികമായി അംഗീകരിക്കുന്നില്ല. കാരണം എന്താ? അനിയന്ത്രിതമായ ജന്മന ഉണ്ടെങ്കിൽ അംഗീകരിക്കുന്നുണ്ട്, ചികിത്സയുമുണ്ട്. 1000 രൂപേന്റെ ഹോർമോൺ ട്രീറ്റ്മെന്റിലൂടെ മാറ്റാൻ പറ്റുന്ന അസുഖം. അതേസമയം ഇതോ നല്ല ലിംഗം എന്നിട്ട് മുറിച്ച് മാറ്റിയിട്ട് അവിടെ കൊണ്ടുപോയി ഫർജ് ഉണ്ടാക്കുക, നല്ല ഫർജ് അവിടെ കൊണ്ടുപോയി റക്കറ് വെച്ച് പിടിപ്പിക്കുക. മനസ്സിലാക്കണം, ആരാണ് ചെയ്യുന്നതെന്നറിയോ? മാപ്പിളമാര് ലിംഗത്തിന്റെ ഫോസ്കിൻ കട്ട് ചെയ്ത് ചേലാകർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുക്കുന്നവർ. ആണുങ്ങൾ ലിംഗത്തിന്റെ വക്കത്തുള്ള തൊലി മാറ്റിയിട്ട് അവിടെ വൃത്തിക്ക് ഒന്നുകൂടി സഹായകമാകുന്നത് ചെയ്യുന്ന ചേലാകർമ്മം, അത് ബാലപീഡനമാണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നവർ ഇപ്പോഴെന്താ ചെയ്യുന്നത്? ജെൻഡർ മാറ്റാൻ വേണ്ടി അടിയ മുറിച്ച് കളയുന്നു. എന്നിട്ടോ പെണ്ണിന്റെ ഹോർമോൺ ഈസോസ്ട്രജൻ കുത്തുപോകും, എന്റെ ആരാന്റെ വീതി കുറക്കുന്നു, മാറി ചാടിക്കുന്നു, ശബ്ദം നേർപ്പിക്കുന്നു, മുടി സോഫ്റ്റ് ആക്കുന്നു. ഇത് പെണ്ണായി മാറാൻ ശ്രമിക്കുന്നു. പക്ഷേ ലോകത്ത് ഇന്ന് എന്റെ ലാസ്റ്റ് കാര്യം ഞാൻ നന്ദി ദീർഘിപ്പിക്കുന്നില്ല, കുറെ നേരമായി നിർത്തണമെന്ന് കേൾക്കുന്നു, ചാടിപ്പോയതാണ് ഇതിലേക്ക്. ലോകത്ത് ഒരു മെഡിക്കൽ സയൻസിലും ആണായി മാറിയ പെണ്ണിന് അല്ലെങ്കിൽ പെണ്ണായി മാറിയ ആണിന് പ്രസവിക്കാനോ ശുക്രം സ്രവിപ്പിക്കാനോ സാധിപ്പിക്കുന്ന ടെക്നോളജി വന്നിട്ടില്ല. ഇവന്റെ ലിംഗം അരിഞ്ഞ് അവിടെ മറ്റേ വജീനെ വെച്ചു, തുകല് കൊണ്ടാ വെക്കുക. അത് സെറ്റാകാൻ 10-12 കൊല്ലാകും. ഇവിടെ കൊച്ചി കിട്ടും, 33 ലക്ഷം റുപ്യാണ് ചെലവ്. അങ്ങനെ ചെയ്ത പെണ്ണുങ്ങളുണ്ട്. ഇപ്പൊ സെലിബ്രിറ്റിയായ ഈ മഹത്തായ ഒരു മുറ്റത്ത് ഞാൻ ആ പേര് പറയുന്നില്ല, യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കൂ. ഒരു പെണ്ണ് സെലിബ്രിറ്റിയാണ്, ചാനൽ അവതാരകയാണ്. അവളൊരു 2 മാസം മുമ്പ് പറഞ്ഞു, എനിക്ക് ആണിനോട് ബന്ധപ്പെടണ്ട, മതി, എനിക്ക് വേദനിക്കാതെ മൂത്രമൊഴിച്ചാൽ മതി. വേദനിക്കാതെ മൂത്രമൊഴിക്കാൻ പറ്റുമോ? കാരണം എന്താ? നല്ലൊരു സാധനം നാച്ചുറലി കിട്ടിയത് അരിഞ്ഞു കൊണ്ടുപോയിട്ടാണ് അവിടെ കൊണ്ട് സ്ഥാപിച്ചത്. പിന്നെ കൃത്രിമമായിട്ട് മുല വെച്ച് പിടിപ്പിച്ചത്. നേരെ മറിച്ചുകൊണ്ട് ആണിന്റെ മാറ്റി അങ്ങോട്ടും ഇവരിങ്ങോട്ടും. അവർ പിന്നെ അടിച്ചു കയറ്റുക ടെസ്റ്റോസ്റ്റെറോണാണ് പെണ്ണാണാകുമ്പോൾ. അപ്പോൾ താടിയും മുടിയും മീശൊക്കെ വരും, ഒന്നുകൂടി ബോഡി ഉറക്കും, എന്നിട്ടോ ലിംഗം ഫിറ്റ് ചെയ്യും. 5-8 കൊല്ലം കൊണ്ട് ലിംഗം ആക്റ്റീവാവും. 5-8 കൊല്ലം. ഇത് 20-ാം വയസ്സ് തോന്നിയ ഭ്രാന്താണെങ്കിൽ ഏകദേശം കൊപ്രാൽ എണ്ണ വാടി തുടങ്ങുമ്പോഴായിരിക്കും ഇത് ആക്റ്റീവാവുക. എന്ത് കാര്യ? അത് മനുഷ്യാവകാശ ലംഘനമല്ലേ? അത് മനുഷ്യാവകാശ ലംഘനമല്ലേ? കോഴിക്കോട് വലിയ വിഷയം ഉണ്ടായി. അച്ഛൻ പ്രസവിച്ചു. ഏതായി അച്ഛൻ? അച്ഛൻ ഒരു വീരുവാണ്, ആണാകണമെന്നുണ്ട്, പക്ഷേ ബ്രസ്റ്റ് അരിഞ്ഞറിഞ്ഞു. പക്ഷെ ഇത് ധൈര്യം കിട്ടുന്നില്ല, അതറിഞ്ഞില്ല, അത് പുരുഷൻ്റെതാക്കിയില്ല, ബ്രസ്റ്റ് അരിഞ്ഞു. പാർട്ട്ണർ ബ്രസ്റ്റ് അരിഞ്ഞു, ലിംഗം വച്ചില്ല. അതിലെ മറുകക്ഷിയോ ലിംഗം കട്ട് ചെയ്തില്ല, എന്നിട്ട് പെണ്ണിന്റെ ഹോർമോൺ അടിച്ചു. അപ്പൊ എന്താ സംഭവിച്ചത്? ലിംഗമുള്ള, ശബ്ദം നേർത്ത, മുടി നീണ്ട, അരക്കെട്ട് മെലിഞ്ഞ, സ്ത്രീ ശരീരത്തിന്റെ പ്രത്യക്ഷ സ്വഭാവം ഭാഗികമായുള്ള എന്നാൽ ലിംഗവുമുള്ള ഒരാൾ. മറ്റേ ഭാഗത്തോ സ്തനം ഛേദിക്കപ്പെട്ട, വജീന ഫർജുള്ള, ആണിന്റെ ഹോർമോൺ അടിച്ചതിനാൽ ആണിനെ പോലെ ശബ്ദമുള്ള ഒരു പെണ്ണ്. രണ്ടുപേരും ബന്ധപ്പെട്ടു. എന്താ അത്ഭുതം? ഇതിൽ ലിംഗമില്ലേ? സെമൺ പുറത്തുപോയി, അവിടെ ഉണ്ടോ ഇല്ലേ? കുട്ടിയുണ്ടായി. ഇവിടെ എങ്ങനെ ആണ് പ്രസവിച്ചത്? പെണ്ണ് പ്രസവിച്ചിട്ടുള്ളൂ, അച്ഛൻ പ്രസവിച്ചിട്ടില്ല. പക്ഷെ അത്ഭുതം അതല്ല. സാധനം ചാനലാരി വെച്ചു വാട്ട പോട്ടിയോ. ഇപ്പൊ എന്താ തോന്നുന്നത്? അപ്പൊ ഈ പ്രസവിക്കുന്ന അച്ഛൻ പറയാം, ഒറ്റ സങ്കടമേ ഉള്ളൂ, ഈ കുട്ടിക്ക് ഇനി മെഷീൻ വെച്ച പാല് കൊടുക്കണമല്ലോ.
എൻ്റെത് പോയല്ലോ, ആ സങ്കടമേ ഉള്ളൂ. നിഷ്പക്ഷമാണ് നൈതിക ബോധമെങ്കിൽ മനഃപൂർവ്വം സ്തനമരിഞ്ഞ പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് ഗർഭം ധരിക്കാൻ അവകാശമില്ലെന്ന നിയമമാണ് പാസാക്കപ്പെടേണ്ടത്. അത് മനുഷ്യാവകാശ ലംഘനമല്ലേ? തൻ്റേതല്ലാത്ത കാരണത്താലല്ലേ ആ കുട്ടിക്ക് അമ്മിഞ്ഞപ്പാല് കിട്ടാതെ പോകുന്നത്? ഇത്ര വലിയ മനുഷ്യാവകാശ ലംഘനം. ഇനി തലമുറ ഇല്ലാതാവൂലേ? അപ്പൊ മനുഷ്യാവകാശ പ്രശ്നങ്ങളുടെ ഇനി അങ്ങനെ ഒരാൾ മാറിയെന്ന് കൂട്ടുക, മാറിയെന്ന് കൂട്ടിയാൽ മാറൽ ഹറാം, മാറിയെന്ന് കൂട്ടിയാൽ ഇത് 1900 ലാസ്റ്റ് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. 1950കളിലാണ് ലോകം ഇത് ചർച്ച ചെയ്യുന്നത്. പക്ഷേ 1000 കൊല്ലം മുമ്പ് ഫുഖഹാക്കൾ പറഞ്ഞു തന്നല്ലോ എന്ത് വേണമെന്ന്. എന്താ പറഞ്ഞത്? വല്ലദീ യളഹു അന്നദാതഹു ഇൻ ബുദ്ദിലത് ലിദാത്തിൻ ഉഖ്റ. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പുതിയ ദാത്ത് പരിഗണിക്കപ്പെടണം. എന്തല്ലേ ഇബാറത്ത് ഉസ്താദുമാർക്ക് ഓർമ്മയുണ്ടാകും. ഞാൻ ഓർത്തു പറയുകയാണ്, ആ ശരീരം ഇൻ ബുദ്ദിലത്തിൽ ദാത്തിൻ ഉഖ്റ, വേറെ ദാത്തിലേക്ക് മാറുകയാണെങ്കിൽ, അതിന്റെ ഈ ഭാഗത്തൊരു വാക്കുണ്ടായിരുന്നു, ഉദ്ദേശിക്കുന്നത് ഈ മാറി അൽ മംസൂഹ് അതാണ്. അപ്പോൾ അവിടെ പരിഗണിക്കപ്പെടേണ്ടത് ഈ പുതുതായി വന്ന മാറ്റം വരുത്തപ്പെട്ട ആ ശരീരത്തിന്റെ നിയമമാണ്. ഇനി അതേസമയം ഇനി ഏതെങ്കിലും ഒരു വിശേഷണം മാത്രമേ മാറ്റിയിട്ടുള്ളൂ, ലിംഗം അവിടെ തന്നെ വെച്ചു, പക്ഷേ ഒച്ച പെണ്ണിൻ്റെതായിട്ടുണ്ട്, അല്ലേ? മല അരിഞ്ഞു, പക്ഷേ വജീൻ അവിടെ തന്നെ ഉണ്ട്. ഒരു സിഫത്ത് മാത്രമേ മാറിയിട്ടുള്ളൂ എങ്കിൽ അസുബു. ആദ്യം എന്താ? അതന്നെയാണ് പരിഗണിക്കപ്പെടേണ്ടത്. അത് തുഹ്ഫയിലുണ്ട്, അതിന്റെ കല്യൂബിയിലുണ്ട്. അവര് അതിന് ഇസ്തിംബാത്ത് ചെയ്ത അതിന്റെ അടിസ്ഥാന സ്രോതസ്സുകളിലുണ്ട്. അപ്പൊ മുഴുവൻ ട്രാൻസ്ജെൻഡേർഡ് ആവുകയാണെങ്കിൽ മംസൂഹിന്റെ നിയമം, സിഫത്ത് മാത്രം മാറുകയാണെങ്കിൽ അസ്ലിന്റെ നിയമം അവിടെ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടോ. വലോ കറാമത്തല്ലി വലിയും കല്യൂബിന്റെ ഭാഗത്ത് ഞാൻ ആ ഭാഗം ഇവിടെ പറയണമെന്ന് കരുതിയിട്ടില്ല. ഇതിന് മുമ്പൊരു വിഷയത്തിന് നോക്കിയപ്പോ ഓർമ്മയിലുള്ളത് പറയുകയാണ്. വലോ കറാമത്തല്ലി വലിയും, അതൊരു വലിയന്റെ കറാമത്ത് കാരണത്താലായതാണെങ്കിലും പൂർണ്ണമായിട്ട് മാറിപ്പോയാൽ മംസൂഹിനെ പരിഗണിക്കണം. ഭാഗികമായിട്ടാണ് മാറ്റമെങ്കിൽ ആദ്യത്തേത് പരിഗണിക്കണം. ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചുള്ള വ്യവഹാരം അവിടെയുണ്ട്. 2 കാര്യമാണ് ഞാൻ പറഞ്ഞത്. വ്യവഹാരം അവിടെയുണ്ട്, പക്ഷേ അതിനെ അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന് വെച്ചാൽ അത് മനുഷ്യന് നാശമാണ്, സമൂഹത്തിന് നാശമാണ്. അതേസമയം ഹുൻസയെ കുറിച്ച് ആധുനിക ലോകം വ്യവഹരിക്കുന്നില്ല. അതേസമയം ഇസ്ലാം അതിന് കർമ്മശാസ്ത്രപരമായി വ്യവഹരിക്കുന്നുണ്ട്. അപ്പോ സ്ത്രീ സൗഹൃദമായ ഒരു പ്രത്യയ ശാസ്ത്രമാണ് ഇസ്ലാം, നിസ്സംശയം. ആ സ്ത്രീ സൗഹൃദമായ ഭാഷയാണ് ഇസ്ലാമിൻ്റെ നിസ്സംശയം. ആ ഭാഷ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ സ്ത്രീ സൗഹൃദമായ ഭാഷ ഉപയോഗിക്കുക എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ചില പുസ്തകങ്ങളിൽ, ചില പ്രഭാഷണങ്ങളിൽ ആ ഭാഷ ഇല്ലാത്തതിൻ്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവർക്കുണ്ട്, സ്വാഭാവികമായുണ്ട്. നമ്മൾ അവരെ അകറ്റാൻ പാടില്ല. പെണ്ണിനെ നമ്മൾ അടിച്ചമർത്തുന്നു എന്ന തോതിൽ, അല്ലെങ്കിൽ പെണ്ണിന് പല പരിധികളും വെക്കുന്നുണ്ട് എന്നുള്ള തോതിലുള്ള ചില 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 അവതരണങ്ങളുണ്ട്. പിന്നെ ചില മെത്തഡുകൾ അനുമതികളെ പർവ്വതിച്ച് കാണിക്കുകയും പരിമിതികളെ പറയാതിരിക്കുകയും ചെയ്യുക പൊതുസമൂഹത്തോട്. ഉലമായിന്റെ രീതി അതാവലാണ് ഇന്നത്തെ ഒരു ഹിക്മത്ത് എന്ന് തോന്നുന്നു. സമ്മതമുള്ളതിനെ കുറച്ച് പെരുപ്പിച്ച് പറയുക. ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള, പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് മെഡിക്കൽ സയൻസ് പഠിക്കൽ. അപ്പൊ നമ്മൾ പറയാം 40 ആൾ കൂടിയാൽ ഒരു നഴ്സ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ, അവർ മുമരിലത്ത് ഉണ്ടാവൽ ഫർള് കിഫായാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് മെഡിക്കൽ സയൻസ് പഠിക്കലാണ്. പെണ്ണ് പോലെ തന്നെ നോക്കണം എന്നുള്ള ഭാഷ മാറ്റുക, ഭാഷ കുറച്ച് മാറ്റുക. ഹോം സയൻസ് പെണ്ണ് പഠിക്കൽ നിർബന്ധമാണ്.
ബസറയെ കൂഫയെ ആക്രമിക്കാൻ വന്നപ്പോ സിയാലി ജായിസായത് കൊണ്ട് സെൽഫ് ഡിഫെൻസിങ് ബസറയിലെ കൂഫയിലെ പെണ്ണുങ്ങൾക്ക് പഠിക്കാൻ അബൂ ഹനീഫ ഇമാം സമ്മതം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാർഷൽ ആർട്സ് പഠിക്കാം, അത് സെൽഫ് ഡിഫെൻസിന് വേണ്ടി ഉപയോഗിക്കാം. ട്യൂണ് അല്ലെങ്കിൽ ടോണ് ഒന്ന് മാറ്റി പിടിക്കുക. ആണുങ്ങളുമായി മിങ്കിളാവാത്ത രൂപത്തിൽ പെണ്ണുങ്ങൾക്ക് സമ്പാദിക്കാമല്ലോ, അതുകൊണ്ട് സെൽഫ് എംപ്ലോയ്മെന്റ് ആവാം. അങ്ങനെ അവർക്ക് നമ്മളോട് താല്പര്യം ഉണ്ടാകുന്ന രൂപത്തിൽ പഴമക്കാരതൊക്കെ ആർജിച്ചതാണ്, ഒക്കെ പഠിച്ചതുമാണ്. ഞാൻ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കുന്നില്ല. പെൺകുട്ടികൾക്ക് ആകാവുന്നതിനെ കുറിച്ച് കൂടുതൽ പറയാം. പിന്നെ മുജാഹിദുകാരുടെ വിധേയകൾ വെക്കുന്ന ചില കെണികളുണ്ട്. ആ തലക്കെട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ മാറ്റുക. ഇപ്പൊ സ്ത്രീ പള്ളിപ്രവേശം, അതിന് എക്സാമ്പിൾ, മറ്റൊരുദാഹരണം. പെണ്ണിന് ആരാണ് പള്ളിയിൽ നിന്ന് തടയുന്നത് എന്നാണ് സമൂഹം ചർച്ച ചെയ്യുന്നത്. നമുക്ക് തലക്കെട്ട് മാറ്റിയാൽ പോലെ പെണ്ണിന്റെ ആരാധനയും പുരയും, അല്ലെ പുരക്കകത്ത് പെണ്ണിന്റെ ആരാധന, ഇതിനെ മുജാഹിദുകാർ പറയുന്ന തലക്കെട്ട് തന്നെ നമ്മളും പറയുന്നത്. അപ്പൊ എന്താ ആളുകൾ പ്രഥമ ദൃഷ്ട്യാ ബദീഹിയായി എന്താ ചിന്തിക്കുക? പെണ്ണിന്റെ ആരാധന വീട്ടിന്റെ അകത്തുനിന്ന് പിന്നെ ആരാ വെളിയിലേക്ക് കൊണ്ടുപോയതെന്നല്ലേ. മറ്റേ തലക്കെട്ടാണെങ്കിലോ പൊതുരംഗത്തിറങ്ങുന്ന പെണ്ണിന് ആരാ തടയുക എന്നാണ്. താക്കോൽ വാക്ക് എന്ന് പറയും. പ്രീ ഗെയിംസ് വർഡ്സിങ് പ്രധാനപ്പെട്ടതാണ് ദാവത്തിൽ. അപ്പൊ ഉപയോഗിക്കുന്ന പദങ്ങൾ, പ്രയോഗങ്ങൾ, സംവേദന ഭാഷ, അതൊക്കെ ഒന്നുകൂടി ഫീമെയിൽ ഫ്രണ്ട്ലി ആവാൻ കൂടി നാം ശ്രമിക്കുക. പെൺകുട്ടികൾക്ക് അതിന്റെ പ്രോത്സാഹനം കൊടുക്കുക. ഒറ്റ കാര്യം കൂടി പറയട്ടെ, ഇപ്പോൾ ഉള്ള വ്യവസ്ഥയിൽ നിന്ന് അല്പം അപ്ഡേഷൻ വരുത്തിയിട്ട് നമ്മൾ പെൺകുട്ടികൾക്കായി സ്ഥാപിക്കുന്ന സ്ഥാപനങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട ഉലമാക്കളല്ലേ, എന്നെക്കാളും പ്രമുഖരല്ലേ, സയൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. മെഡിക്കൽ സയൻസിനും മാത്തമാറ്റിക്സിനും ഹോം സയൻസിനും ആർട്സ് പഠിപ്പിക്കാതിരിക്കുക. ആർട്സ് വലിയൊരു നാശമാണ്, വലിയൊരു നഷ്ടമാണ്. ലിറ്ററേച്ചറും പൊളിറ്റിക്കൽ സയൻസും എന്റെ ക്രിറ്റിസിസവും നിരൂപണവും വിമർശനവും സമൂഹത്തെ ഇങ്ങനെ അപഗ്രഥിക്കലും കുറ്റം പറയലും അർദ്ധസത്യവും നുണയും ഒക്കെ പെരുപ്പിച്ച് പറയുന്നതിനേക്കാളും നല്ലത് അവർക്ക് മാത്തമാറ്റിക്സ് പഠിപ്പിക്കലാണ്. കൃത്യതയുണ്ടാവും. അവർക്ക് സയൻസ് പഠിപ്പിക്കലാണ്, മെഡിക്കൽ സയൻസ് പഠിപ്പിക്കലാണ്. ഉലമാവിന്റെ സംഭാവനയായി ഒരു മെഡിക്കൽ കോളേജ്, സ്ത്രീ മാത്ര മെഡിക്കൽ കോളേജ് ഉലമ ആക്ടിവിസത്തിന്റെ ഭാഗമായി മലബാറിലോ മലപ്പുറത്തോ ഉണ്ടാക്കാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും വലിയ ഒരു വിപ്ലവം. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. മറ്റുള്ളവർ അവിടെ കാലുവെക്കുന്നതിനും കൈവെക്കുന്നതിനും മുമ്പ് നമുക്ക് അഹ്ലുസുന്നയുടെ മൻഹജിൽ നിന്ന് അത് ചെയ്യാൻ പറ്റും. ഒറ്റൊരു ഹദീസ് ആയിഷ ബീവിയുടെ മുമ്പിലെത്തി സഹോദരി പുത്രനായ ഉർവ എന്നിട്ട് പറയുകയാണ്, യാ ഉമ്മത്ത, എന്റെ ഉമ്മ, ലാ അഅജബു മിൻ ഫിഖ്ഹികി, നിങ്ങളുടെ വിവരം കണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നില്ല. കാരണം അന്നി അഖൂലു ബിൻത അബീ ബക്കറിൻ വസൗജത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കറിന്റെ മോളല്ലേ, പ്രവാചകന്റെ പത്നിയല്ലേ. വലാ അഅജബു ലി ഇശാരിക വലാ ഹിഫ്ലിക ബിഅയ്യാമിൻ നാസ്, നിങ്ങൾക്ക് ഒരുപാട് ചരിത്രം അറിയാം, കവിത അറിയാം, അതും കൊണ്ട് കണ്ടിട്ടും ഞാൻ അത്ഭുതപ്പെടുന്നില്ല. കാരണം അന്നി അഖൂലു സൗജത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിനത അബീ ബക്കർ, അതും വലിയ അത്ഭുതമുള്ള കാര്യമല്ല. വലാകിൻ അഅജബു നിങ്ങൾക്ക് മെഡിക്കൽ സയൻസ് അറിയാം, എനിക്ക് വലിയ അത്ഭുതമാണ്. തഴച്ചുപോൺ, എവിടെ നിന്ന് പഠിച്ചു എളാമായത്? ഇതെവിടെ നിന്ന് പഠിച്ചു? ആയിഷ ബീവി ഒരു ഇളംചെരിയോട് ഉർവാന്റെ ചുമല് തട്ടി എന്നിട്ട് പറഞ്ഞു, كان رسول الله صلى الله عليه وسلم كان يسكن في آخر عمره, അവസാന കാലത്ത് പ്രവാചകന് രോഗം പിടിച്ചിരുന്നല്ലോ. കുറെ അറേബ്യൻ സംഘങ്ങൾ വരും, ഡോക്ടർമാർ വരും. ഒരുപാട് ചികിത്സകൾ പറഞ്ഞു കൊടുക്കും. അവിടെ നിന്ന് ഞാൻ ചികിത്സിച്ച് പഠിച്ചതാണെന്ന് പെൺകുട്ടികളെ പരാതിയും തീരും, നമ്മളെക്കുറിച്ചുള്ള പരാതിയും തീരും, ഒരു വലിയ മുന്നേറ്റമാകും. ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ എനിക്ക് തിരുത്തിത്തരണം. നിർത്തുന്നു പറഞ്ഞിട്ടും 10-20 മിനിറ്റ് അധികം പറഞ്ഞാൽ എനിക്കെന്നെ അറിയാം. നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം. നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഉസ്താദുമാരും എന്നോട് ക്ഷമിക്കണം.
അഫ്വൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.